ഹലോ ഹായ്. ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ 2 ദിവസമൊക്കെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. ഞങ്ങൾ രാത്രി ആയപ്പോൾ എടപ്പള്ളി പോയി. അങ്ങനെ എടപ്പള്ളിയിൽ ഇങ്ങനെ പോയപ്പോൾ ജോമോൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സും പിന്നെ 2 കുട്ടികൾ, അവർ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുള്ള എടപ്പള്ളിയിൽ അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കാണാനൊക്കെ. പിന്നെ അവിടെ നിന്നപ്പോൾ നമുക്കൊരു പ്ലാൻ വന്നു, ഓക്കെ നമുക്ക് ഫോർട്ട് കൊച്ചി പോവാം. അപ്പോൾ തന്നെ ടൈം ഒരു 1 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്രയായപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ രാത്രി പോയപ്പോൾ ഒന്നും ഇല്ല കാണാനൊന്നും, ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവിടെ വെറുതെ പോയി. അങ്ങനെ കുറച്ചു നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ബീച്ചിൽ വന്നപ്പോൾ തന്നെ ടൈം 2 മണിയായിട്ടോ, 2 മണി കഴിഞ്ഞു ബീച്ചിൽ നിന്നപ്പോൾ. ബീച്ചിൽ 2 മണിക്കാണ് എന്തോരം ആൾക്കാരാണ് ബീച്ചിൽ വെറുതെ. അങ്ങനെ കുറച്ച് ടൈം അവിടെയും ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. 2 മണി അവിടെ കുറച്ച് നേരം അവിടെ അതൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എന്തായാലും ക്രിസ്മസ് നല്ല പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അത്യാവശ്യം നമ്മളെല്ലാം സ്ഥലത്തൊന്ന് മൂവൊക്കെ ചെയ്ത് എല്ലാവരും കണ്ടു. നല്ല ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെക്കാട്ടും നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷത്തിനെക്കാട്ടും അടിപൊളിയായിരിക്കണം അടുത്ത വർഷം എന്ന് അല്ലേ പ്രാർത്ഥിക്കുന്നു. അതാണ് അവൾ ഞാൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ് കൂട്ടുകാരൻ്റെ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികളൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ക്രിസ്മസ് ഈ പ്രാവശ്യത്തെ. ഞങ്ങൾ അങ്ങനെ കുറച്ച് ടൈം കൂടുതൽ തന്നെ എടപ്പള്ളിയിലും കൊച്ചി ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ ഈ കുട്ടികൾക്ക് ബോൾ കളിക്കണം കേട്ടോ. ആ ബോൾ അങ്ങനെ തന്നെ നേരെ അവർ വെള്ളത്തിലോട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ തന്നെ വെള്ളത്തിൽ ബോൾ പോയി. അവർക്ക് ബോൾ പിന്നെ കളിക്കാനില്ലാതെയായി. അവിടെ നിന്ന് ഒരു അടി അടിച്ചതാണ് നേരെ വെള്ളത്തിലോട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ പോയി എടുക്കാൻ പറ്റില്ല, നിറച്ച് സ്റ്റോൺസൊക്കെ ആയിട്ട്. പിന്നെ വന്ന് കിടന്ന് ഉറങ്ങി, ആകെ ക്ഷീണം. 5 മണിയായി വീട്ടിലെത്തിയപ്പോൾ വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ അവിടെ നിന്ന് പിന്നെ രാവിലെ എനിക്കൊന്നുമില്ല, ഉച്ചയൊക്കെ എണീറ്റ് അങ്ങനെ വീട്ടിലോട്ട് പോയി, ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയി. അപ്പോൾ അമ്മച്ചി അവിടെ എല്ലാം മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, വറുക്കാനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തു. ബാക്കിയുള്ള ചോറും ബീഫൊക്കെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചു. ബാക്കിയുള്ളത് ഞാൻ വന്നിട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇവിടെ മഞ്ഞുമൂൽ അമ്മച്ചിൻ്റെ അവിടെ അമ്മച്ചി ചോറ് തന്നെയാണ് എന്ന് വെച്ചാൽ മേമയും അമ്മച്ചിക്കൊക്കെ ചോറാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ചോറാണ് അമ്മച്ചി ഉണ്ടാക്കത്തുള്ളൂ. ബിരിയാണി ഉണ്ടാക്കാൻ അമ്മച്ചിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയതിന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ മൂത്തത് വന്നില്ല, അവിടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അവൾ വന്നില്ല. അവൾ അവിടെ തന്നെ നിന്നു. ഞാനും ഹസ്ബൻഡും കുഞ്ഞുവാവിയും കൂടി ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് അവിടെ നേരെ തന്നെ ഞങ്ങൾ മലയാറ്റൂരിൽ പോയി. ഫുൾ കറക്കം തന്നെയായിരുന്നു കേട്ടോ. ക്രിസ്മസിന്. അപ്പോൾ അങ്ങനെ മലയാറ്റൂരിൽ പോയിട്ട് അറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണാനുണ്ട്. എന്ത് ഭംഗിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ അതൊക്കെ. പിന്നെ തിരക്കെന്ന് പറയാൻ വേണ്ടി ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നടക്കാൻ വേണ്ടി. അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഈ പ്രാവശ്യം. തിരക്ക് കുറവാണ്. എനിക്കൊന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവരും തിരക്കായ കാരണമാവാം. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അവിടെ തന്നെ ഉള്ളിൽ ചെറിയ പാർക്കായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാർക്കിൽ ഒരു ഫീസ് കൊടുത്തിട്ട് നമ്മൾ അകത്ത് കയറി കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കുക. അവിടെ ആകുമ്പോൾ ഒട്ടും തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ കയറ്റി അവൾ കുറച്ച് നേരം കളിപ്പിച്ചു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നു. അങ്ങനെ അവൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. പാർക്കിന് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വിധത്തിലാണ് വിളിച്ചത്. പക്ഷേ ആ സമയത്ത് പിന്നെയുമായി 11:30. പിറ്റേ ദിവസം എല്ലാവർക്കും ജോലി കയറണം, എല്ലാവരും പിന്നെ ഷെഡ്യൂൾ ബിസി. ഓക്കെ, ആകെ ക്രിസ്മസിന് ഒരു ദിവസമാണ് അവധി കിട്ടും. അപ്പോൾ അങ്ങനെ ആ ദിവസം ഫുള്ളും നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള റെസ്റ്റ് കൊടുത്തിട്ടില്ല, ഓട്ടം തന്നെയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ക്രിസ്മസ് നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു. അവൾ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തന്നെയായിരുന്നു കേരള താഴ്ത്തു ചാടും കയറും താഴ്ത്തു ചേടും, അത് തന്നെയായിരുന്നു കേട്ടോ.
ലാസ്റ്റ് ഞങ്ങൾ നിർത്തിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ടൈം അപ്പം തന്നെ പിന്നെയും 11:30 കഴിഞ്ഞു. പിന്നെ കളിച്ച് പിന്നെ വിളിച്ച് വന്നപ്പോൾ തന്നെ 12 ആയി. അവിടെ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെയും ആയി 1:30. പിന്നെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. എല്ലാവർക്കും രാവിലെ ജോലി പിന്നെ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിർത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു.